ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതെൻ്റെ ഫസ്റ്റ് ഡെയിലി വ്ളോഗാണ്, അല്ലെങ്കിൽ മോർണിംഗ് റൂട്ടീൻ ഞാൻ ഫസ്റ്റ് ടൈം ഷെയർ ചെയ്യുവാണ്. ഇപ്പം ഇങ്ങനൊരു വീഡിയോ ഇടാനൊരു കാര്യമുണ്ട്. കാരണം ഞാൻ എൻ്റെ ഡെയിലി റൊട്ടീനിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ പുതിയ ഇയർ തുടങ്ങുന്നതിന് മുന്നേ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കി എല്ലാം ഒന്ന് സെറ്റാക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. നമ്മുടെ 2024 ഇപ്പോൾ തീരുവാണ്, 25 തുടങ്ങാൻ പോവാണ്. ശരിക്കും നമുക്കൊരു പുതിയ ഇയർ തുടങ്ങുമ്പോൾ നമ്മൾ ഫസ്റ്റ് ജാനുവരി ആയിരിക്കും നമ്മൾ പുതിയ റെസൊല്യൂഷൻസ് ഒക്കെ സെറ്റ് ചെയ്യുന്നത്, അല്ലേ? ഫസ്റ്റ് ജാനുവരി അല്ലെങ്കിൽ 31 ഡിസംബർ നമ്മൾ സെറ്റ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഈ 31 ഡിസംബറും 1 ജാനുവരിയും പുതിയ റെസൊല്യൂഷൻസ് ഒക്കെ സെറ്റ് ചെയ്യാൻ ഒട്ടും ചേരാത്ത ഒരു ദിവസമാണ്. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്യുന്ന ആ 2 ദിവസം സെറ്റ് ചെയ്യുന്ന ഒരുവിധമുള്ള റെസൊല്യൂഷൻസ് ഒന്നും നടക്കാത്തൊരു ദിവസമാണ്. അത് എനിക്ക് മാത്രമല്ല, ഓൾമോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും, അല്ലേ? ഈ 2 ദിവസം നമ്മൾ റെസൊല്യൂഷൻ സെറ്റ് ചെയ്യും, മേ ബി ലൈക്ക് അടുത്ത കുറച്ച് ദിവസം അത് ചെയ്യും, പിന്നെ അത് സ്റ്റോപ്പായി പോകും. അപ്പോൾ അങ്ങനെ നമ്മൾ ആത്മാർത്ഥമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിക്കുന്നത് ഈ 2 ദിവസം ചെയ്യാതെ നമ്മൾ വേറെ അതിന് മുന്നേ പുതിയ വർഷം തുടങ്ങുന്നതിനും ഒരു 5-10 ദിവസം മുന്നേ അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പുതിയൊരു വർഷം തുടങ്ങുമ്പോൾ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഈ 2024 എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത, എന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ച ഒരു വർഷമാണ്. നല്ലൊരു വർഷം തന്നെയാണ്, പക്ഷെ ഒരുപാട് കഷ്ടപ്പാട്, അതായത് മെൻ്റലിയും ഫിസിക്കലിയും ഒക്കെ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തൊരു വർഷമാണത്. ഒറ്റയ്ക്ക് എല്ലാം മാനേജ് ചെയ്യേണ്ടി വരുന്ന തീരെ കുഞ്ഞു കുട്ടികളുള്ള എല്ലാ വർക്കിംഗ് മദേഴ്സിൻ്റെയും ഇഷ്യൂസ് ഇതൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ എന്നെ അത് ഒരുപാട് മെൻ്റലി ഒരു ഡിപ്രഷൻ മോഡിലോട്ടൊക്കെ ഞാനിങ്ങനെ പോയി വരുന്ന അവസരത്തിൽ ഞാൻ ഒരുപാട് പേരെടുത്ത്, എൻ്റെ ഓഫീസിലായാലും ഫ്രണ്ട്സിൻ്റെ അടുത്തായാലും ഒരുപാട് പേരെടുത്ത് ഡിസ്കസ് ചെയ്യുകയും ഒരുപാട് പേര് കുറേ സജഷൻസ് ഒക്കെ തരികയും ഒരുപാട് അഡ്വൈസസ് ഒക്കെ തരികയും ഒക്കെ ചെയ്തു. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അങ്ങനെ പല സ്ഥലത്തു നിന്ന് കിട്ടിയ അഡ്വൈസസും അതെല്ലാം വെച്ചിട്ട് ഞാൻ തന്നെ എൻ്റെ ലൈഫ് സ്റ്റൈലിൽ ഒരു ചേഞ്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതെങ്ങനെ എനിക്ക് എഫക്റ്റീവ് ആവും എന്നൊരു ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ട് ഈ ഡിസംബർ മന്ത് തൊട്ട് ഞാൻ ചെറുതായിട്ട് എൻ്റെ ഒരു റുട്ടീൻസൊക്കെ ഇങ്ങനെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ പൈസ വേണം, അല്ലേ? പൈസ മെയിനാണ്. പക്ഷെ പൈസേനേക്കാളും വാല്യൂബിൾ ആയിട്ടുള്ളത് ഒന്നാണ് സമയം. അപ്പോൾ എനിക്ക് എൻ്റെ ലൈഫിൽ ഞാനിപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നത് സമയം എനിക്കൊന്നിനും തികയുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ആ ഒരു സമയം അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ളൊരു ടൈം മാനേജ്മെൻറ്റാണ് എൻ്റെ ലൈഫിലിപ്പം എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത്. അതായത് കുട്ടികളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് സമയം, എനിക്ക് എൻ്റേതായ ഒരു പേഴ്സണൽ സ്പേസിന് എനിക്കൊരു സമയം, ഓഫീസിലെ കാര്യങ്ങൾക്ക് ഒരു ടൈം. അപ്പോൾ എനിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് പ്രോപ്പർ ടൈം മാനേജ്മെൻറ്റാണ്. അപ്പോൾ ആ പ്രോപ്പർ ടൈം മാനേജ്മെൻറ്റിന് ഞാൻ എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്, എനിക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ, എനിക്ക് എൻ്റേതായ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ എപ്പോഴാണ്, എങ്ങനെയാണ്, അതിന് വേണ്ടിയിട്ട് തുടങ്ങിയൊരു പരീക്ഷണമാണിത്. പക്ഷേ കുറച്ച് ദിവസം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്തു തുടങ്ങിയപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ സമയത്ത് എണീക്കാൻ പറ്റുന്നുണ്ട്. ഇത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ടൈമാണിത്. ഈ ഒരു മോർണിംഗ് ടൈമാണ് എൻ്റെ ഒരു ബോഡി കെയറിന്, എൻ്റെ മെൻ്റൽ കെയറിന്, എൻ്റെ ഒരു ഡിസിഷൻ മേക്കിംഗ്, അതായത് ഒഫീഷ്യലി ആണെങ്കിലും പേഴ്സണലി ആണെങ്കിലും എൻ്റെ ഡിസിഷൻ മേക്കിംഗ്, എൻ്റെ ഒരു തിങ്കിങ് ടൈമൊക്കെ ആയിട്ട് ഞാൻ യൂട്ടിലൈസ് ചെയ്യുന്നത് ഈ ഒരു ടൈമാണ്. ഭയങ്കര എനർജി റിച്ച് ആയിട്ടുള്ളൊരു ടൈമാണത്. നമ്മളും നേച്ചറും മാത്രമേ ഉണർന്നിരിക്കുകയുള്ളൂ ആ സമയത്ത്. നമ്മളെ ശല്യപ്പെടുത്താനോ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാനോ ആരും കാണത്തില്ല. നമ്മളിൽ നിന്നൊരു നമ്മുടെ മെസ്സേജസൊക്കെ നേച്ചറിനോടും, അല്ലെങ്കിൽ നമ്മുടെ ഒരു എനർജി നേച്ചറിലോട്ടും, നേച്ചറിൻ്റെ മെസ്സേജസും എനർജിയും നമ്മളിലോട്ടും, അങ്ങനെ ഒരു മെസ്സേജസും എനർജിയും പോസിറ്റിവിറ്റിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന, നേച്ചർ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയൊരു ടൈമാണ് ഈ സമയം. എൻ്റെ ആ ദിവസത്തെ മെഡിറ്റേഷൻ അല്ലെങ്കിൽ എൻ്റെ ആക്ടിവിറ്റീസ് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കത്തിച്ചിട്ടാണ് ഞാൻ തുടങ്ങാറ്. ഇപ്പോൾ എൻ്റെ ഈയിടെയായിട്ട് ഉള്ളൊരു പുതിയൊരു ശീലമാണത്. അപ്പം ഓരോ ദിവസം ഞാൻ ഓരോന്നായിരിക്കും ബ്രഹ്മമുഹൂർത്ത വിളക്ക് കത്തിച്ചതിന് ശേഷം ചിലപ്പോൾ മെഡിറ്റേറ്റ് ചെയ്യും, ചിലപ്പോൾ പ്രാർത്ഥിക്കും, ചിലപ്പോൾ എന്തെങ്കിലും വായിക്കും. അപ്പോൾ ഓരോ ദിവസം എനിക്ക് അന്ന് എന്താണ് ചെയ്യാൻ എൻ്റെ മനസ്സിന് സന്തോഷം വരുന്നത്, അല്ലെങ്കിൽ എൻ്റെ മനസ്സ് ആഗ്രഹിക്കുന്ന എന്താണ് ചെയ്യാൻ തോന്നുന്നത് അത് ഞാൻ ചെയ്യും. ചിലപ്പോൾ ഒന്നും ചെയ്യത്തില്ല, ചിലപ്പോൾ നേച്ചർ പുറത്തിങ്ങനെ ജനലിൽ കൂടെ പുറത്ത് നോക്കി വെറുതെ ഇരിക്കും, എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കും, നല്ല കാര്യങ്ങൾ. ചിലപ്പോൾ കണ്ണടച്ചിരിക്കും, മെഡിറ്റേറ്റ് ചെയ്യും. അതൊക്കെയാണ്. ഇപ്പോഴും നല്ല ഇരുട്ടാണ്, സൂര്യൻ ലാൻഡ് ചെയ്യാൻ സമയമായിട്ടില്ല. ഞാൻ നിലവിളക്ക് കത്തിച്ച് കുറച്ച് നേരം അതിൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കും, ഗായത്രി മന്ത്രം കേൾക്കും, അങ്ങനെ എന്തെങ്കിലും പ്രാർത്ഥന കേൾക്കും. കേട്ട്
കുറച്ച് നേരം അതിൻ്റെ മുന്നിൽ നമുക്ക് കുറച്ച് പ്രാർത്ഥനയൊക്കെ കാണത്തില്ലേ, അപ്പോൾ അതെല്ലാം പ്രാർത്ഥിച്ച് കുറച്ച് നേരം നിലവിളക്കിൻ്റെ മുന്നിൽ ഇരിക്കും. ഇതെൻ്റെ മോളൂസ് ഉണ്ടാക്കിയ അവളുടെ അക്വാറ്റിക് ലൈഫിൻ്റെ ക്രാഫ്റ്റ് വർക്കാണ് കേട്ടോ. നല്ല രസമുണ്ടല്ലേ, രാവിലെ ഇതും കൂടെയൊക്കെ കാണുമ്പോൾ എന്തൊരു സന്തോഷം. പണ്ടൊക്കെ കണ്ണനിൽ കുമിച്ചാനൊക്കെ കത്തിക്കിട്ടില്ലേ, അതിന് പകരം ഇപ്പോൾ ഇലക്ട്രിക്കലുള്ള സാധനമാണല്ലോ. അപ്പോൾ ഞാനും ഇത് കത്തിച്ച് വെക്കും, ഹസ്ബൻഡ് മേടിച്ചുകൊണ്ട് വന്നതാണ്. ഇത് കത്തിച്ച് വെക്കുമ്പോൾ ഭയങ്കര മണമാണ് കേട്ടോ, ഒരു നല്ല പോസിറ്റീവ് ഫുൾ പോസിറ്റിവിറ്റി സ്പ്രെഡ് ആവും പോലെ ഭയങ്കര മണമാണിത്. അപ്പോൾ ഇതും കത്തിച്ച് വെച്ചിട്ട് ഞാൻ കിച്ചണിലേക്ക് കയറും. കിച്ചൺ തലേദിവസം ഫുൾ നീറ്റാക്കി തുടച്ച് ക്ലീനാക്കി വെക്കും. എന്നിട്ട് കിച്ചണിലും ലൈറ്റൊക്കെ വിളക്ക് കത്തിച്ചിട്ട് ഞാൻ അന്നത്തെ കുക്കിങ്ങും അന്നത്തെയുള്ള പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ചായ ഇല്ലാതെ എന്ത് ലൈഫല്ലേ മലയാളികൾക്ക്. അപ്പോൾ നമ്മുടെ ഡേയും ഫസ്റ്റ് ചായയിൽ തന്നെയാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ചായ റെഡി. അല്ല, ഞാൻ എന്തിനാ ഇവിടെ അടുക്കളയിൽ നിന്ന് കുടിക്കുന്നല്ലേ? നമുക്ക് പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് പുറത്തു പോയി കുടിച്ചാലോ. അപ്പോൾ
തുടക്കത്തിൽ പറഞ്ഞില്ലേ, എനിക്കൊരു എൻ്റേതായ സമയം സ്പേസ് കിട്ടുന്നില്ല, തിങ്ക് ചെയ്യുന്നില്ല, എനിക്ക് ഒറ്റയ്ക്കൊന്നും നിൽക്കാനുള്ള സമയം കിട്ടുന്നില്ല. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് എനിക്ക് ഭയങ്കര ശരിക്കും എനിക്ക് ഭയങ്കര വിഷമമായിരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ രാവിലെ വന്നിട്ട് കുറച്ച് നേരം ചായയൊക്കെ ആയിട്ട് ഇങ്ങനെ വിദൂരതയിലേക്ക് നോക്കി തിങ്ക് ചെയ്തൊക്കെ നിൽക്കുമ്പോൾ എന്തോ ഒരു സന്തോഷം. ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഇനി അകത്ത് പോയിട്ട് കുറച്ച് ഫ്രഷ് ആയിട്ട് വീട്ടിനകത്ത് വരാൻ വേണ്ടിയിട്ട് ജനലൊക്കെ തുറന്നിടും. മൊസ്കിറ്റോ നെറ്റ് അടിച്ച ജനൽ മാത്രമേ ഞാൻ തുറന്നു വിടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ കൊതുകും അല്ലാത്ത പ്രാണികളൊക്കെ അകത്ത് കയറി വരും. പിന്നെ പിള്ളേരെ അത് കാണുമ്പോൾ പിന്നെ പിള്ളേരെ അവരും കൂടെ ഫൈറ്റാകും വരുന്നത് എന്തിനാണ് നമ്മൾ സീനാക്കുന്നതിന് അറിയും. അപ്പോൾ അതുകൊണ്ട് മൊസ്കിറ്റോ നെറ്റ് അടിച്ച വിൻഡോസ് മാത്രം തുറന്നിടും. അപ്പോൾ നമ്മൾ ശരിക്കും അത്രയും നേരം അടഞ്ഞിരുന്നിട്ട് തുറന്നിടുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു തണുത്ത കാറ്റിങ്ങനെ അടിച്ച് കയറി വരും. അതൊരു സുഖമാണല്ലേ. ഇങ്ങനെ കഥയും കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ സമയം കളയുന്നത് വീക്കെൻഡ് ആയതുകൊണ്ടാണ് കേട്ടോ. വർക്കിംഗ് ഡേ ആണെങ്കിൽ കുറച്ചും കൂടെ ഇങ്ങനെ ഫാസ്റ്റിന് ഇപ്പം തന്നെ കുക്കിങ്ങൊക്കെ പകുതി കഴിഞ്ഞായിരുന്നു, 6:30 ആയില്ലേ. അപ്പോൾ ഇനി നമ്മൾ കുക്കിങ്ങിലേക്ക് കിടക്കാം. രാവിലെ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. അതിനുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്യണം. കട്ടായി. ഹൈ മാജിക്കാണോ? കട്ടായല്ലോ. അങ്ങനെയല്ല കേട്ടോ, കട്ട് ചെയ്തെടുക്കാനൊക്കെ ഭയങ്കര പാട് തന്നെയാണ്. നമ്മുടെ വീട്ടിലെ അമ്മമാരൊക്കെ അവരൊക്കെ സമ്മതിക്കും. കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെക്കുന്നതൊക്കെ ഒരു പണിയാണ്. തലേ ദിവസം ഇത് ചെയ്ത് വെക്കും. പിന്നെ ഈ വീക്കെൻഡ് ആയതുകൊണ്ട് ഇന്ന് പ്രത്യേകിച്ചൊന്നും ചെയ്ത് വെച്ചില്ല, അല്ലെങ്കിൽ കട്ടിങ്ങൊക്കെ രാത്രി തന്നെ എല്ലാം ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടാക്കാൻ പോകുന്നത് ഉപ്പുമാവാണ്. ഓരോ പ്രാവശ്യവും ഞാൻ ഉപ്പുമാവ് എൻ്റെ ഫേവറേറ്റാണ്. അപ്പോൾ ഓരോ പ്രാവശ്യം ഞാൻ ഓരോ പരീക്ഷണങ്ങളാണ് വെക്കുന്നത്. ഇന്നിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നി. വെജിറ്റബിൾസ് കട്ട് ചെയ്തു, ക്യാരറ്റും ബീൻസും സവാളയും കട്ട് ചെയ്തു, കടുക് വറുത്തിട്ട് അതിൽ കുറച്ച് ഉഴുന്നൊക്കെ ഇട്ടിട്ട് ഇന്നൊരു പ്രത്യേക പരീക്ഷണം. ഇതുവരെ ഞാൻ ഉഴുന്നൊന്നും ഇട്ടിട്ടില്ല, ചുമ്മാ ഇന്നങ്ങനെ ചെയ്യാൻ തോന്നി. എനിക്കും ഹസ്ബൻഡിനും എല്ലാവർക്കും ഉപ്പുമാവ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഓരോ പ്രാവശ്യവും ഓരോ രീതിയിലാണ് വെക്കുന്നത്. ഇതുവരെയും ഒരു സെയിം ടേസ്റ്റ് റിപ്പീറ്റ് ചെയ്തിട്ടില്ല. ഇന്നിനി എന്തായി വരുന്നതെന്ന് അറിയത്തില്ല. കുഴപ്പമില്ലായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഉപ്പുമാവ് പിന്നെ എങ്ങനെ കിട്ടിയാലും ഞങ്ങൾ കഴിച്ചോളൂ, പിള്ളേരുടെ കാര്യമാണ്. പേടിച്ചു പോയി. ബാക്കിൽ നോക്കിയപ്പോൾ ഒരു രൂപം. അച്ഛൻ രാവിലെ എനിക്ക് വന്നൊരു പേടിപ്പിച്ചതാണ്. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ബാക്കിൽ ആരോ നിൽക്കുന്നു. പെട്ടെന്ന് ഞെട്ടിപ്പോയി. അച്ഛനായിരുന്നു, അച്ഛനായിരുന്നു. ഓക്കെ, അപ്പോൾ വെജിറ്റബിൾസ് ഇവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴത്തേക്കും അച്ഛനൊന്നും അല്ലെങ്കിൽ രാവിലെ എനിക്ക് പേടിപ്പിച്ചതല്ലേ, അപ്പം അച്ഛന് നമുക്കൊരു അടിപൊളി കോഫിയും ഇട്ട് കൊടുത്താലോ. അച്ഛൻ രാവിലെ കോഫിയാണ് കുടിക്കുന്നത്. അച്ഛനായാലും ചേട്ടനായാലും രാവിലെ കോഫിയാണ് കുടിക്കുന്നത്. അപ്പോൾ ചേട്ടൻ എണീറ്റിട്ടില്ല, എനിക്ക് നമുക്ക് ചൂടോടെ ഇട്ട് കൊടുക്കും. അപ്പോൾ അച്ഛനൊരു കോഫി കൊടുക്കാം. കോഫിയൊക്കെ കൊടുത്ത് അച്ഛനോട് കുറച്ച് കഥയൊക്കെ പറഞ്ഞിട്ട് വന്നപ്പോഴേക്കും നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ എന്താണ് റവ ഇതിലോട്ടിടാം. നമ്മൾ മൊത്തത്തിൽ ഇടുന്നേക്കാട്ടി കുറച്ച് ഇട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അധികം കട്ട പിടിക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഇടുന്നതനുസരിച്ച് കുറച്ചിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക.